നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെപ്പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴത്തിൻ്റെ മഹാസംക്രമണം വൃശ്ചിക രാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൃശ്ചിക രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ ഭാവം 8ാം ഭാവമാണ്. രഹസ്യങ്ങൾ, പെട്ടെന്നുള്ള സംഭവങ്ങൾ, വിഭവങ്ങൾ പങ്കിടൽ. വ്യാഴത്തിൻ്റെ വശങ്ങൾ 12ാം ഭാവം ആത്മീയത, വിദേശയാത്ര. 2ാം ഭാവം സമ്പത്ത്. 4ാം ഭാവം സുഖസൗകര്യങ്ങൾ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: പരിവർത്തനം, ദീർഘായുസ്, അനന്തരാവകാശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിഗൂഢ ശാസ്ത്രങ്ങൾ. സ്വാധീനം: ജ്യോതിഷം, തന്ത്രം അല്ലെങ്കിൽ രോഗശാന്തി മേഖലകൾ പരിവേഷണം ചെയ്യുവാനുള്ള നല്ല സമയം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വൈകാരിക തീവ്രതയിലൂടെയുള്ള പരിവർത്തനം. ഇനി കരിയറും ബിസിനസ്സും. പങ്കാളിത്ത സംരംഭങ്ങളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നേട്ടങ്ങൾ. തന്ത്രപരമായ ആസൂത്രണത്തിന് ഏറ്റവും നല്ല ഘട്ടമാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങൾ. പാരമ്പര്യം, ഇൻഷുറൻസ് അല്ലെങ്കിൽ പങ്കിട്ട ധനകാര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കാണിക്കുന്നു. സുതാര്യമായിരിക്കണം. ആരോഗ്യം. പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ കൂടാതെ അടിവയറ്റിലെ ആരോഗ്യത്തിന് നിരീക്ഷണം ആവശ്യമായ സമയമാണ്. ഇനി വ്യക്തിജീവിതം. ആഴത്തിലുള്ള വൈകാരിക മാറ്റങ്ങൾ. പഴയ ബന്ധങ്ങൾ അവസാനിച്ചേക്കാം. പുതിയ തുടക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇനി വിശദമായി. വൃശ്ചിക രാശിക്കാർക്ക് പരിവർത്തന കാലഘട്ടമാണ്. വ്യാഴം ആഴത്തിലുള്ള സത്യങ്ങൾ കണ്ടെത്തുകയും ഗവേഷണം, നിഗൂഢ പഠനം, പൂർവിക രോഗശാന്തി എന്നിവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സംയുക്തമായുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. വ്യാഴത്തിൻ്റെ 12, 2, 4 ഭാവങ്ങൾ ആരോഗ്യപരമായ ഉൾക്കാഴ്ചകൾ, മാതാവിനുള്ള പിന്തുണ, കർമ്മപരമായ ശുദ്ധീകരണം എന്നിവ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ള ആന്തരിക മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ വ്യാഴ സംക്രമണ കാലയളവ്. കലിയുഗ രാശിക്കാരായ വൃശ്ചിക രാശിക്കാർക്ക് 7-ൽ നിന്നും വ്യാഴം 8ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. വ്യാഴം 8ാം ഭാവത്തിൽ ദോഷഫലങ്ങൾ നൽകാമെങ്കിലും 2ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും 12ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും കൂടാതെ 4ലേക്കുള്ള ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ദോഷഫലങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. 12 വർഷത്തിനിടയിൽ വീണുകിട്ടിയ ഏറ്റവും അനുകൂല സമയമാണ് ഇത്. വലിയ ശുഭ്രഗ്രഹവും ദൈവാധികാരകനുമായ വ്യാഴം 4, 6, 8 ഭാവങ്ങളിലേക്ക് കൂടി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ വ്യാഴ സംക്രമണ കാലം നിങ്ങൾക്ക് പൊതുവെ ഗുണപ്രദമാണെന്ന് തന്നെ പറയാവുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുമായി അക്രമങ്ങൾ ഉണ്ടാകാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരാലുള്ള ചതി, വഞ്ചന എന്നിവ കാണുന്നു. രാഹുവും ശനിയും 12-ൽ സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന കാലസർപ്പയോഗം നടക്കുന്ന കാലമാണിത്. പ്രത്യേകിച്ച് വളരെ മോശമാണ്. എന്നാൽ അതീവ ജാഗ്രതയിലൂടെ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. നിരന്തരമായ മാനസിക പ്രയാസങ്ങൾ, സഹായസ്ഥാനങ്ങൾക്ക് കുറവ്, ജീവിത സുഖക്കുറവ് എന്നിവ വന്നേക്കാം. എന്നാൽ സാമ്പത്തികപരമായുള്ള പുരോഗതി തന്നെയാണ് കാണുന്നത്. ധനവരവുണ്ടാകുന്നു. ഇനി സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താനങ്ങൾ ലഭിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് സിനിമാ പ്രവർത്തകർക്കും സാഹിത്യ പ്രവർത്തകർക്കും. ഇതുകൂടാതെ ബന്ധുജന സഹായം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. പ്രശസ്തരുമായി ഇടപഴകുവാനുള്ള അവസരങ്ങൾ വരുന്നു. കുടുംബത്തിൽ വിവാഹത്തിന് സാധ്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അപവാദങ്ങൾക്കുള്ള കാരണങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ ഭവന കൈമാറ്റമോ ഭവന വിൽപ്പനയോ കാണുന്നുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ജനനേന്ദ്രിയ സംബന്ധമായി അല്ലെങ്കിൽ ശിരോരോഗത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിലുള്ള നിരീക്ഷണം ആവശ്യമാണ്.
ഈ വ്യാഴ സംക്രമണ കാലയളവിൽ ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കണം. അസുഖങ്ങളില്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും ആരോഗ്യകാര്യങ്ങളിലുള്ള ചെക്കപ്പ് നടത്തുന്നത് നന്നായിരിക്കും. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നുമുള്ള ഗുണാനുഭവം ഉണ്ടാകുന്നു. രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ഭാഗ്യമുള്ള സമയമാണ് ഈ വ്യാഴ സംക്രമണ കാലയളവ്. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്കാകട്ടെ ഉപരിപഠനം നടത്തുവാനും ജോലിയിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുന്നു. തങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പരിപൂർണമായും അനുഭവയോഗ്യമാകുന്ന സമയമാണിത്. എന്നാൽ അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കേണ്ടതാണ്. കൂടാതെ ജോലി സംബന്ധമായുള്ള ഉപരിപഠനത്തിന് നിങ്ങൾക്ക് വിദേശയാത്ര ചെയ്യേണ്ടി വരുന്ന സമയം കൂടിയാണ്. വിശേഷ വസ്ത്ര ആഭരണാദി ലാഭം, വാഹനയോഗം എന്നിവ കാണുന്നു. നിങ്ങളുടെ സത്യസന്ധത വെളിപ്പെടുത്തുവാൻ യോജിച്ച സമയമാണ്. ഗുരുജനപ്രീതി, ഭോജന സൗഖ്യം, ഊഹക്കച്ചവട ലാഭം, രഹസ്യപ്രവർത്തനം എന്നിവ അനുഭവയോഗ്യം. എന്നാൽ തന്നെയും ശയന സൗഖ്യക്കുറവ്, അതായത് ഉറക്കക്കുറവ്, വ്യവഹാരാദി കാര്യങ്ങളിലുള്ള കാലതാമസം, കേസുകളോ വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിധിക്ക് താമസം വരിക, അനുകൂലമല്ലാത്തൊരവസ്ഥ വരിക എന്നിവ കാണുന്നു. നിങ്ങൾക്ക് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ മൂലം പ്രശസ്തി ലഭിക്കുന്നതാണ്. ഗൃഹപരിഷ്കാരം, അതിർത്തി തർക്കം, സംഭാഷണ മികവിൽ കാര്യസാധ്യം, ഉന്നത വിദ്യാഭ്യാസ ലബ്ധി, സന്താനങ്ങൾക്ക് ഗുണം, ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളുടെയും ആരോഗ്യനില തൃപ്തികരം, കടബാധ്യത കുറയുന്നു. എന്നാൽ സ്വന്തം പ്രവർത്തനങ്ങളിൽ അന്യരുടെ ഇടപെടൽ നിമിത്തമായുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കരിയർ, പ്രവർത്തന മണ്ഡലങ്ങൾ എന്നിവ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് ഈ വ്യാഴ മഹാസംക്രമണ കാലം. കാരണം വ്യാഴം വിപുലീകരണങ്ങളെയും കൂടാതെ 8ാം ഭാവത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിൽ പ്രധാന മാറ്റങ്ങൾ അനിവാര്യമാണ്, സംഭവിച്ചേ മതിയാകൂ. അവിവാഹിതരാണെങ്കിൽ വിവാഹം നോക്കാവുന്ന സമയമാണ്. എങ്കിൽ തന്നെയും ധൃതി പിടിച്ചുള്ള വൈകാരികമായ എടുത്തുചാട്ടങ്ങൾ, തീരുമാനങ്ങൾ എന്നിവ അഭികാമ്യമല്ല. എല്ലാ കാര്യങ്ങളിലുമുള്ള ശ്രദ്ധയും ജാഗ്രതയും അഭിലഷണീയം തന്നെയാകുന്നു. വ്യാഴം 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അപകട സാധ്യതയെ പിന്തുണയ്ക്കുന്നതിനാൽ യാത്ര ചെയ്യുന്നതും വാഹനോപയോഗം ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. ഗവേഷണം നടത്തുന്നവരാണെങ്കിൽ വളരെ അനുയോജ്യമായ സമയമാണിത്. ദാമ്പത്യ ബന്ധങ്ങളിലുണ്ടായിരുന്ന അസംതൃപ്തിയും അസ്വാരസ്യങ്ങളും മാറിത്തുടങ്ങുന്ന സമയമാണ്. ഇത് നേട്ടങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾ സുദൃഢമാക്കുവാനുമുള്ള നിങ്ങളുടെ അനുയോജ്യമായ സമയമാണ്. ഈ വ്യാഴമാറ്റ ഫലമായി വിവിധങ്ങളായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ ഒട്ടും തന്നെ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ മേഖലകളിലൂടെ ജീവിത വിജയം നേടാവുന്നത് തന്നെയാണ്. വ്യാഴ സംക്രമണ കാലഘട്ടത്തിൽ വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകളോ ദാനപ്രവൃത്തികളോ ചെയ്യുന്നത് ഗുണഫലാർഹമാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്കാരായ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രജാതർ തട്ടകത്തെ ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചന നടത്തുന്നതും ഭാഗ്യദായകവും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതുമാണ്. ഈശ്വരചിന്തയാലും ദാനധർമാദി കാര്യങ്ങളാലും എത്ര വലിയ വിഷമതകളും കഷ്ടപ്പാടുകളും ഒഴിവായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുന്നതും നിങ്ങൾക്കുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ തുടർന്ന് വന്നു ചേരുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം
രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.